നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ജമ്മു കാശ്മീർ പോലീസ് സമാഹരിച്ച ഡാറ്റ തീവ്രവാദ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിലും തീവ്രവാദികളെ കൊല്ലുന്നതിലും കാര്യമായ പുരോഗതി കാണിക്കുന്നുണ്ടെങ്കിലും തുടർച്ചയായ ആക്രമണങ്ങളുടെ രീതിയും കണ്ടെടുക്കുന്ന ആയുധങ്ങളും മറ്റൊരു ഭീഷണിയെ സൂചിപ്പിക്കുന്നതായി റിപ്പോർട്ടുകൾ. 2021 ഓഗസ്റ്റിൽ US സേന അഫ്ഗാനിസ്ഥാനിൽ നിന്നും പുറത്തു കടന്നപ്പോൾ ചെറിയ ആയുധങ്ങൾ, വെടിമരുന്ന്, കവചിത വാഹനങ്ങൾ, അത്യാധുനിക നിരീക്ഷണ സാങ്കേതിക വിദ്യ എന്നിവ ഉൾപ്പെടെയുള്ള സൈനിക ഉപകരണങ്ങളുടെ ഗണ്യമായ ശേഖരം അവർ ഉപേക്ഷിച്ച നൂതന ആയുധങ്ങൾ പാകിസ്ഥാൻ വഴി ജമ്മു കാശ്മീരിലേക്ക് എത്തുന്നത് പ്രദേശത്ത് സുരക്ഷാ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. ഏകദേശം 3 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അന്നത്തെ DG ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും നിലവിലെ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായ പങ്കജ് സിംഗ് താലിബാൻ പോരാളികളെയും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് US നേതൃത്വത്തിലുള്ള സേന ഉപേക്ഷിച്ച ആയുധങ്ങളും യുദ്ധ ഉപകരണങ്ങളും പാകിസ്ഥാൻ ഉപയോഗിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതുപോലെ പരിശീലനം ലഭിച്ച താലിബാൻ പോരാളികളും ആയുധങ്ങളും വെടിക്കോപ്പുകളും പാകിസ്ഥാൻ കാശ്മീരിൽ ഉപയോഗിക്കുമെന്ന് മുൻ DG CRPF NIA കുൽദീപ് സിംഗും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആ മുന്നറിയിപ്പുകൾ സത്യമാകുന്നു എന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകുന്ന സൂചന. വ്യത്യസ്ത ഏറ്റുമുട്ടലുകൾക്ക് ശേഷം അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ വീണ്ടെടുത്തതിനു പുറമെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കാശ്മീരിലേക്ക് പാകിസ്ഥാൻ ആയുധം വിതരണം ചെയ്യുന്നതിനെക്കുറിച്ചും ഡാറ്റ സൂചന നൽകുന്നു. 2021 മുതൽ IED-കൾ വീണ്ടെടുക്കുന്നതിലെ വർധനവിന് പുറമെ ആയുധങ്ങൾ വീണ്ടെടുക്കുന്നതിലും AK സീരീസ് ആയുധങ്ങൾ വീണ്ടെടുക്കുന്നതിലും വർഷം തോറും വർധനവുണ്ടായിട്ടുണ്ടെന്ന് കണക്കുകൾ കാണിക്കുന്നു. ലോകമെമ്പാടുമുള്ള സൈനികർ ഉപയോഗിക്കുന്ന സ്റ്റെയർ AUG റൈഫിൾ വ്യാഴാഴ്ച കുപ്വാരയിൽ കൊല്ലപ്പെട്ട 2 ഭീകരരിൽ നിന്ന് കണ്ടെടുത്തത് സുരക്ഷാ ഗ്രിഡിനെ അതീവ ജാഗ്രതയിലാക്കി. വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യയിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമുള്ള ആയുധങ്ങളും പോരാളികളും ഇപ്പോൾ ജമ്മുവിൽ എത്തിയതായി ഉദ്യോഗസ്ഥർ പറയുന്നു. ഇത് ആക്രമണങ്ങളുടെ ആവൃത്തിയിലും തീവ്രതയിലും വർധനവിന് കാരണമായേക്കാം. കഴിഞ്ഞ ഓഗസ്റ്റിൽ പ്രസിദ്ധീകരിച്ച ഒരു പ്രതിരോധ വകുപ്പിന്റെ റിപ്പോർട്ട് അനുസരിച്ച് $7.1 ബില്യൺ US ധനസഹായമുള്ള സൈനിക ഉപകരണങ്ങൾ അഫ്ഗാനിസ്ഥാൻ ഗവൺമെന്റിന്റെ കൈവശമുണ്ടായിരുന്നു. പകുതിയിലധികവും ഗ്രൗണ്ട് വാഹനങ്ങളായിരുന്നുവെങ്കിലും റിപ്പോർട്ട് ഏകദേശം $512 മില്യൺ വിലമതിക്കുന്ന 3,16,000 ആയുധങ്ങളും വെടിക്കോപ്പുകളും മറ്റ് അനുബന്ധ ഉപകരണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. $923.3 മില്യൺ വിലമതിക്കുന്ന 78 വിമാനങ്ങൾ, $6.54 മില്യൺ വിലമതിക്കുന്ന 9,524 എയർ ടു ഗ്രൗണ്ട് യുദ്ധോപകരണങ്ങൾ, 40,000-ലധികം വാഹനങ്ങൾ, 3 ലക്ഷത്തിലധികം ആയുധങ്ങൾ, രാത്രി മുഴുവൻ കാഴ്ച, നിരീക്ഷണം, ആശയവിനിമയം, ബയോമെട്രിക് ഉപകരണങ്ങൾ എന്നിവ അഫ്ഗാന് നൽകിയിട്ടുണ്ട്. യുദ്ധത്തിൽ തകർന്ന രാജ്യത്ത് നിന്ന് US പിൻവാങ്ങുന്നതിന് മുമ്പ് താലിബാനുമായി ചേർന്ന് പോരാടാനോ പരിശീലനം നൽകാനോ 2 ഗ്രൂപ്പുകളിൽ നിന്നുള്ള തീവ്രവാദികൾ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയതായി റിപ്പോർട്ടുകൾ ഉണ്ടെന്ന് ശ്രീനഗറിലെ ഇന്ത്യൻ ആർമി വക്താവ് ലഫ്റ്റനന്റ് കേണൽ എംറോൺ മുസാവി നേരത്തെ പറഞ്ഞിരുന്നു. അവശേഷിപ്പിച്ച ആയുധങ്ങളിലേക്ക് അവർക്ക് പ്രവേശനമുണ്ടെന്നും അനുമാനിക്കാം, അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.